ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. CH മുഹമ്മദ് കോയ പ്രതിഭ ക്വിസ് സ്കൂൾ തലം ഇന്ന് ആരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, അതും ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറച്ച് സിമ്പിൾ ചോദ്യങ്ങളാണ്. ഇന്ന് GK ആണ് CH മുഹമ്മദ് കോയ പ്രതിഭ ക്വിസിൽ വരുന്നത്. ഇന്ന് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, വെറും സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഏറ്റവും ജനസംഖ്യ കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. അതുകൊണ്ട് തന്നെ ഓർക്കേണ്ടത് ഏറ്റവും കൂടുതൽ പാർലമെന്റ് അംഗങ്ങൾ, ലോക്സഭയാകട്ടെ രാജ്യസഭയാകട്ടെ, അതെല്ലാം സംസ്ഥാനം ഉത്തർപ്രദേശ് തന്നെയായിരിക്കും. അതുപോലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നുള്ള ചോദ്യത്തിനും ഉത്തർപ്രദേശ് തന്നെയാണ്, മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നതിലും. ശരി, ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ദേവഭൂമി ഒഡീഷ. ഉത്തരാഖണ്ഡാണ് ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തർപ്രദേശിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ചതാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഞ്ചലായിരുന്നു, പിന്നീട് ഇപ്പോൾ ഉത്തരാഖണ്ഡ് എന്ന പേരാക്കി. ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? പഞ്ചാബാണ്. ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടായ സംസ്ഥാനങ്ങളിൽ ഒന്നും കൂടിയാണ് പഞ്ചാബ്. ഗോതമ്പിനാണ് ഏറ്റവും മെച്ചമുണ്ടായത്, ഗോതമ്പും നെല്ലും എല്ലാം. 5 നദികളുടെ നാടെന്നറിയപ്പെടുന്നതും പഞ്ചാബാണെന്നറിയാം. ശരി, ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നൊരു സംസ്ഥാനത്തെ വിളിക്കാമെങ്കിൽ അതേതാണ്? ഹിമാചൽ പ്രദേശ് ആണ് ശരിയായ ഉത്തരം. ഹിമാചൽ പ്രദേശിലേക്ക് ടിബറ്റിന്റെ ആത്മീയ ആചാര്യൻ കൂടിയായ ദലൈലാമയുടെ വരവാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിന് പോലും കാരണമായത്. എവിടെയാണ് ഹിമാചൽ പ്രദേശിൽ, എവിടെയാണ് ദലൈലാമയുടെ ഔദ്യോഗിക വസതി? ധർമ്മശാല. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനം എന്നുള്ള പേരും ഹിമാചൽ പ്രദേശിനാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ കേൾക്കുന്ന ഒരു പേരാണ് കലിംഗ യുദ്ധം. പ്രാചീന കാലത്ത് കലിംഗ എന്നറിയപ്പെട്ടിരുന്നത് ഇന്ന് ഏത് സംസ്ഥാനമാണ്? ഒഡീഷ ശരിയായ ഉത്തരവാണ്. ഏറ്റവും കൂടുതൽ ദരിദ്രരുണ്ടായിരുന്നത്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഒഡീഷയിലാണ്. എന്നാൽ ദരിദ്രരുടെ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ബീഹാറും. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ലോകത്തെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളിൽ ഒന്ന് പശ്ചിമ ബംഗാളിലാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലുത് അതേതാ? സുന്ദർബൻസ് ആണ്, സംശയമില്ല. കേരളത്തിൽ ഏതാ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ളത്? ജില്ല കണ്ണൂരാണ്. കണ്ടലുകൾക്കിടയിൽ ജീവിച്ച് കണ്ടലുകളുടെ സംരക്ഷകനായി മാറിയ ആളുടെ പേര്? അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്? ശരിയായ ഉത്തരവാണ്. ഒരു ഭാഗത്ത് ഹിമാലയ പർവ്വതം, മറുഭാഗത്ത് സമുദ്രവുമുള്ള ഒരു ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. മാപ്പ് എടുത്ത് നോക്കിയാൽ ഹിമാലയവും അതിർത്തി, സമുദ്രവും അതിർത്തി. ഏത് സംസ്ഥാനം? വെസ്റ്റ് ബംഗാൾ. കാരണം ബംഗാൾ ഉൾക്കടലും മറുഭാഗത്ത് ഡാർജിലിംഗ്. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച തേയിലയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഡാർജിലിംഗ്. ആ ഡാർജിലിംഗ് ഹിമാലയത്തിന്റെ അസമാണ്, സംശയമില്ല. ഇന്ത്യയുടെ തേയില സംസ്ഥാനം അസമാണ്. അതുകൊണ്ടാണ് അസമിലൂടെ ഒഴുകുന്ന നദി ബ്രഹ്മപുത്രയെ നമ്മൾ ചുവന്ന നദി എന്ന് വിളിക്കുന്നത്. അസമിലെത്തിക്കഴിഞ്ഞ് ബ്രഹ്മപുത്ര ഒഴുകുമ്പോൾ ഈ തേയിലയുടെ മട്ടും തേയിലയുടെ അംശങ്ങളും ഒക്കെയുള്ള ഇലകൾ വീണ മണ്ണ്, ആ മണ്ണിലൂടെ ഒഴുകുമ്പോഴാണ് ബ്രഹ്മപുത്ര ചുവന്ന് തുടുത്ത് ചോര കളറിൽ ഒഴുകും. അതുകൊണ്ടാണ് അസമിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നതാണ്. പക്ഷെ നമ്മൾ പറഞ്ഞത് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിൽ കിട്ടുന്ന തേയിലയാണ് ക്വാളിറ്റി വൈസ് ഏറ്റവും നല്ലത്. അത് ഓർത്തു വെക്കുക. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ച ആദ്യത്തെ പ്രദേശം ഏതാണ്? സൂററ്റ്. ആദ്യത്തെ പ്രദേശം ഏത്? കാപ്പാട്. പോർച്ചുഗീസുകാർ വന്നതാണ്. സൂററ്റിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ഇംഗ്ലീഷുകാർ ആധിപത്യം സ്ഥാപിച്ച ആദ്യത്തെ സ്ഥലം ഏതായിരിക്കും? ബംഗാൾ. റോബർട്ട് ക്ലൈവ് സിറാജ് ദൗലയെ പ്ലാസി യുദ്ധത്തിൽ തോൽപ്പിച്ച് അവിടെ അധികാരം സ്ഥാപിക്കുകയല്ലേ ചെയ്തത്. ഓക്കെ, ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി നേടിയതും ബംഗാളാണ്. എന്തിന്? 1911 വരെ ന്യൂഡൽഹിയിലേക്ക് ഇന്ത്യയുടെ തലസ്ഥാനം മാറ്റുന്നത് 1911-ലാണ്. അതിനു മുമ്പ് വരെ ഇന്ത്യയുടെ ക്യാപിറ്റൽ പോലും ബംഗാളിലെ കൽക്കട്ട, ഇപ്പോഴത്തെ കൊൽക്കട്ട ആയിരുന്നു. ശരി, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ടീയുടെ ആകൃതിയിൽ ഒരു ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. ചോദ്യത്തിൽ തന്നെ ക്ലൂ ഉണ്ട്, ഏതായിരിക്കും? ടീയുടെ ഷേപ്പിലുള്ള ഇന്ത്യൻ സംസ്ഥാനം? ത്രിപുര. ടീ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് വേണേൽ വിളിക്കാം. അസമാണ്. മാപ്പ് എടുത്ത് നോക്കുക കേട്ടോ. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നതൊക്കെ അസമാണ്. അസമിന്റെ പ്രധാനപ്പെട്ട വിളവെടുപ്പ് ആഘോഷം ഏതാണെന്ന് പറയാമോ? ബിഹു. അസമിലാണ്. അതെ, അസമിലാണ്. ബിഹു ആണ്. നാഗാലാൻഡിന്റെ ഔദ്യോഗിക ഭാഷ ഏത്? ഇംഗ്ലീഷ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഏക സംസ്ഥാനമാണ് നാഗാലാൻഡ്. മേഘങ്ങളുടെ വാസസ്ഥലം എന്നൊരു ഇന്ത്യൻ സംസ്ഥാനം ഉണ്ടെങ്കിൽ ഏതായിരിക്കും?
മേഘാലയ. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മണിപ്പൂർ. ഇപ്പോൾ വളരെ മോശം വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് അറിയുന്നതെങ്കിലും 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട, ബംഗ്ലാദേശിനുള്ളിലേക്ക് കയറി കിടക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. ഏതാണ്? അതാണ് ത്രിപുര. അത് ത്രിപുരയാണ്. ഇത് മസ്റ്റായിട്ടും ഇന്ത്യയുടെ മാപ്പ് എടുത്ത് ഈ പൊസിഷൻ, സംസ്ഥാനങ്ങളുടെ സ്ഥാനമൊക്കെ നോക്കണം. അടുത്തത്, റോമൻ ലിപി നമ്മൾ സ്കൂളുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? STD 4, 5, 9 ഒക്കെ കാണിക്കാൻ. പക്ഷേ റോമൻ ലിപി ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. ഏതാണെന്ന് പറയാമോ? ത്രിപുരയാണോ? അല്ല, ആ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഐസ്വാളാണ്. മിസോറമാണ് ശരിയായ ഉത്തരം. സൂര്യകിരണങ്ങൾ ആദ്യം പതിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? അവിടെയാണ്, ഇന്ത്യയിൽ അവിടെയാണ് ആദ്യം സൂര്യൻ ഉദിക്കുന്നത്. അതുകൊണ്ട് ആ പേര് തന്നെ അരുണാചൽ പ്രദേശ്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ചണ്ഡീഗഡ് ആണ്. അതായത് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ക്യാപിറ്റലായ ചണ്ഡീഗഡ് ആണ്. ലേ കർബൂസിയർ എന്ന് പറയുന്ന അദ്ദേഹമാണ് അതിന്റെ ശില്പി. 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. അതൊരു കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ലക്ഷദ്വീപ്. ഓക്കെ. ലക്ഷദ്വീപ്. അവിടുത്തെ ലക്ഷദ്വീപുകാർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഭാഷ ഏതാണെന്നറിയോ? മലയാളം. ലക്ഷദ്വീപിലെ അത് പവിഴ ദ്വീപുകളാണ്. അതിലെ തലസ്ഥാനം ഏതാ ലക്ഷദ്വീപിന്റെ? ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്താണ്. ശരിയായ ഉത്തരവാണ്. ഏറ്റവും ചെറിയതോ? മിനിക്കോയ്. വെരി ഗുഡ്. എങ്കിലൊരു ചോദ്യം കൂടെ. ഇന്ന് നിലവിലുള്ളതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്കാണ്. ശരിയായ ഉത്തരം. ഇന്ത്യയിലെ വജ്ര നഗരം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ഡയമണ്ട് സിറ്റി ഓഫ് ഇന്ത്യ. അവിടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചതൊക്കെ. സൂററ്റാണ് ശരിയായ ഉത്തരം. ഹംപി സ്മാരകങ്ങൾ ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലെ. ഹംപി വളരെ പ്രശസ്തം. ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ വിജയനഗര സാമ്രാജ്യമാണ്. ഇനി ഈ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഏറ്റവും ഫലഭൂയിഷ്ടിക്ക് കാരണമായ നദി ഏതാണെന്നറിയോ? കർണാടകയിലൂടെ ഒഴുകുന്ന, ഈ അടുത്ത് അതിന്റെ ഒരു ഷട്ടർ തകർന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഏതാ നദി? തുംഗഭദ്ര നദിയാണ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു പോവുക. അഹമ്മദാബാദ് നഗരം, ഗുജറാത്തിലെ അഹമ്മദാബാദ് ഏത് നദിയുടെ തീരത്താണെന്ന് പറയാമോ? നർമ്മദ. സബർമതി എന്നൊരു നദിയുണ്ട് കേട്ടോ. സബർമതി നദിയുടെ തീരത്താണ്. പക്ഷേ നർമ്മദ എന്നുള്ളതും പ്രധാനമായിട്ടും ഗുജറാത്തിൽ തന്നെയാണ്. നർമ്മദയിലാണ് സർദാർ സരോവർ അണക്കെട്ട്. സർദാർ സരോവർ അണക്കെട്ടിനെതിരെയുള്ള, അതുമൂലം ഉണ്ടാകുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിനെതിരെയുള്ള സംഘടനയായിരുന്നു NBA, നർമ്മദ ബച്ചാവോ ആന്തോളൻ. കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? കറുത്ത പഗോഡ എന്നറിയപ്പെടുന്നത് ഈ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. ഒഡീഷയുടെ ക്യാപിറ്റൽ ഏതാ? ഭുവനേശ്വർ. ശരിക്കും കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ക്ഷേത്ര നഗരം എന്നാണത് അറിയപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ക്ഷേത്രങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട സ്ഥലമാണെന്ന് ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം ഏതാണ്? എല്ലോറ. അജന്തയും എല്ലോറയും ഒരുപോലെ കേൾക്കുന്ന പേരുകളാണ്. ഏത് സംസ്ഥാനത്താണെന്ന് അറിയാലോ അല്ലേ? ഏതാ? മഹാരാഷ്ട്ര. അജന്ത എല്ലോറ മഹാരാഷ്ട്രയിലാണ്. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ജാതക കഥകളും മറ്റുമൊക്കെയാണ് ഗുഹകൾ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അടുത്ത ചോദ്യം. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അതെ, മൗസം ഭവൻ. മൗസം എന്നുള്ളത് ഒരു അറബി വാക്കാണ്. അതിൽ നിന്നാണ് മൺസൂൺ എന്ന പേര് പോലും ഉണ്ടായത്. വേനൽക്കാലമായാൽ ഇന്ത്യയുടെ ഉത്തരേന്ത്യയിലെ മഹാസമുദ്രങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമായ ഒരു ഉഷ്ണക്കാറ്റുണ്ട്. ലൂ എന്നുള്ളതാണത്. ശരിയാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഹിമാലയമാണ്. ഇന്ത്യയുടെ കാവൽക്കാരനായി നിൽക്കുന്ന ഹിമാലയം. എത്ര സംസ്ഥാനങ്ങളിലായിട്ടാണ് ഹിമാലയം വ്യാപിച്ചിരിക്കുന്നത്? 12 സംസ്ഥാനങ്ങളിലായിട്ട്. 2400 കിലോമീറ്ററും ശരിയായ ഉത്തരവാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാലയത്തോട് ചേർന്ന് തന്നെ ഏതാണ്? പാമീർ പർവ്വതനിരയാണ്. മൗണ്ട് എവറസ്റ്റ് ഹിമാലയത്തിലാണല്ലോ. ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ്. ഇന്ത്യയിലല്ല അല്ലേ? ഇന്ത്യയിൽ നമ്മൾ നേപ്പാൾ അതിന് വേറൊരു പേരുണ്ട്. മൗണ്ട് എവറസ്റ്റ് എന്നുള്ളതല്ല, വേറൊരു പേര് സാഗർമാത. സിക്കിമിൽ അതിനെ വിളിക്കുന്നത് ചോമോ ലുക്മ എന്നാണ്. പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു, തർക്കങ്ങളൊന്നുമില്ലാതെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്ന കാഞ്ചൻജംഗയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ശരി. ഇപ്പോൾ കുറച്ച് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്ന് ചോദിച്ചിരുന്നത്. ഇനിയും ഓരോ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അതുപോലെ പരീക്ഷയിൽ വരണമെന്നില്ല. ഇതോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടോ ചോദ്യങ്ങളായിരിക്കും ക്വിസിന് വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിക്കണം. അതിനൊപ്പം
ഓരോ ഇതുപോലെ ചോദ്യോത്തരങ്ങളല്ലാതെ ഓരോ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ചെറിയ വീഡിയോസും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. അതും കണ്ട് അങ്ങനെ ഓരോ ടോപ്പിക്കുകളും നന്നായി പഠിച്ചു വേണം നമ്മൾ പരീക്ഷകളിലും ക്വിസിലും ഒക്കെ പങ്കെടുക്കാൻ. അങ്ങനെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം നിബിൻ.